കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ, അവള് തനിച്ചിരുന്ന് കഴിക്കില്ലേ? അത് അമ്മേ, മോള് കഴിക്കാണ്ട് ഒറ്റയ്ക്കിരിക്കുന്ന കണ്ടപ്പോ വിഷമം തോന്നി. ഏതോ ഒരു കുട്ടി ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നു. അരുൺ ഇതിനെ ഇത്ര പുന്നാരിക്കണമെന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇവളെ ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കാനുള്ളതാ. അപ്പോ നമുക്കിവിടെയുള്ളവർക്ക് ഈ കുഞ്ഞുമായിട്ട് അത്രയ്ക്കുള്ള ബന്ധം മതി. അരുൺ ഭക്ഷണം കഴിക്കാനേ വന്നെങ്കിൽ അത് നടക്കട്ടെ, അല്ലെങ്കിൽ പൊയ്ക്കോ. ഇവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളും. പറഞ്ഞത് മനസ്സിലായില്ലേ? എന്താ നീ നോക്കുന്നേ? അവൻ പോയിക്കോട്ടെ, നീ കഴിക്ക്. ഇത് അവന്റെ കുഞ്ഞാണെന്ന് അരുൺ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് തന്നെ ഈ കുട്ടിയോട് ഇത്ര അടുപ്പം കാട്ടുക അരുൺ. ഇത് പറ്റില്ല. അരുൺ സത്യം തിരിച്ചറിഞ്ഞ പിന്നെ ഈശ്വരാ, അത് ആലോചിക്കാനേ പറ്റുന്നില്ല. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് സമ്മതിക്കില്ല. ബ്ലാക്ക് ഷെയ്ഡ് അല്പം കൂടിയോ? വെറുതെ തോന്നുന്നത്. ഇനി പാലിന് കുങ്കുമപ്പൂ ഇട്ട് ഡെയിലി കുടിക്കണം. തടി കൂടാൻ പാടില്ല. മിസ് കേരളയായിരുന്നു. ആ പഴയ ഗ്ലാമർ പോയാൽ പറ്റില്ല. ആ പഴയ സൗന്ദര്യമൊന്നും പോയിട്ടില്ല. നീ ഇവിടെ എന്തെടുക്കുക? അമ്മേ, അത് കണ്ണാടി അല്ല, കണ്ണിലൊരു കരട് പെട്ടു, അത് നോക്കുക. നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ആ, അതിനുവേണ്ടി റെഡിയാവായിരുന്നു അമ്മേ. അപ്പോഴേ ഈ കരട് കണ്ണില്. കുറച്ച് ദിവസത്തേക്ക് ഓഫീസിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. എന്താ അമ്മേ, അവിടെ എന്തെങ്കിലും പ്രോബ്ലം? അതോ ഞാൻ എഫിഷ്യന്റ് അല്ലെന്ന് അമ്മയ്ക്കും തോന്നി തുടങ്ങിയോ? ഏയ്, അതൊന്നും അല്ല. നീയും അരുണും കൂടി എവിടെയെങ്കിലും ഒന്ന് ചുറ്റിയടിച്ചിട്ട് വാ. സ്വിറ്റ്സർലാൻഡോ മറ്റേതെങ്കിലും യൂറോപ്യൻ കൺട്രീസോ എവിടെ വേണമെങ്കിലും സെലക്ട് ചെയ്തോ. വിസയ്ക്കും ഫ്ലൈറ്റ് ടിക്കറ്റിനും എല്ലാത്തിനും വേണ്ട ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. അമ്മേ, അമ്മ പറഞ്ഞത് സത്യമാണോ? അതെ, അതിനു വേണ്ട എക്സ്പെൻസ് ഒക്കെ അത് എത്രയായാലും ഞാൻ ഏറ്റു. റിയലി? എന്റെ പൊന്നാരമ്മ. പക്ഷെ ഇത് പറഞ്ഞ അരുൺ സമ്മതിക്കോ? ഇപ്പൊ വല്ലാത്തൊരു മൂഡിലാ എപ്പോഴും അരുൺ. അവനെ നീ സമ്മതിപ്പിക്കണം. ഞാനും പറയാം. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊരു സന്തോഷ വാർത്തയുമായിട്ട് വേണം മോള് വരാൻ. എന്താ അമ്മേ അത്? നിങ്ങളുടെ രണ്ടാളുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ? അപ്പോ ഒരു കുഞ്ഞിനെ ലാളിക്കാൻ അച്ഛമ്മ എന്നുള്ള നിലയിൽ എനിക്ക് മോഹമുണ്ട്. പിന്നെ അരുണിനെ ഞാൻ ശ്രദ്ധിക്കുക. അവനും എന്തോ ടെൻഷനുണ്ട്. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അതിന്റെ
കളിയും ചിരിയും ഒക്കെ ആയിട്ട് അരുൺ മൊത്തത്തിൽ ഹാപ്പി ആയേനെ. അല്ലെങ്കിൽ തന്നെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് കൂടുതൽ ഡീപ്പാകാൻ ഒരു കുഞ്ഞിന്റെ സാന്നിധ്യം അത്യാവശ്യം. അത് പ്രകൃതി നിയമമാ മോളെ. അതുകൊണ്ട് ഇന്ന് തന്നെ അരുണുമായിട്ട് ആലോചിക്കും. രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട സ്ഥലം ഫിക്സ് ചെയ്യ. ഇനി ഒന്നിനും താമസം വേണ്ട. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് മോൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെ അമ്മ. അപ്പോ രണ്ടാളും പോയിട്ട് ആ സന്തോഷ വാർത്തയായിട്ട് തിരിച്ചു വാ. ഇതിപ്പോ കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാന്നുള്ള അവസ്ഥയായല്ലോ. പ്ലഷർ ട്രിപ്പൊക്കെ ഓക്കെ, പക്ഷെ പ്രഗ്നന്റ് ആവുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല. എന്റെ സൗന്ദര്യം നഷ്ടപ്പെടാൻ പാടില്ല. ഒരിക്കലും ഞാനത് അനുവദിക്കില്ല. എനിക്ക് കൈ വലിയ പ്രശ്നമൊന്നുമില്ല, ഞാനെടുത്ത് കഴിച്ചോളാം. അത്ര കഷ്ടപ്പെടുന്നതിനാ ഞാനിവിടെ ഇല്ലേ? ഞാൻ വിളപ്പിത്തരാം. അമ്മയൊന്നും ഇവിടെ ഇല്ലാത്തതാ പ്രശ്നം. ഇല്ലെങ്കിൽ അമ്മ വിളമ്പി തന്നേനെ. വെറുതെ സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. ശ്യാമയ്ക്ക് വിളമ്പി തരുന്നാല് എനിക്കെന്താ ബുദ്ധിമുട്ട്? എനിക്ക് സന്തോഷമുള്ളൂ. ആ എന്നാ സാറും കഴിക്കേ. ആദ്യം ശ്യാമ കഴിക്ക, പിന്നെ ഞാൻ കഴിച്ചോളാം. അത് വേണ്ട. വേണം, കഴിക്കേ കഴിക്കേ. എന്താ കഴിക്കാൻ പറ്റുന്നില്ലേ? വേദനയുണ്ടോ? നല്ല വേദനയുണ്ട്. എന്നാ സാരമില്ല, ഞാൻ എടുത്തുതരാം. എന്ത്? ഞാൻ ഭക്ഷണം വാരിത്തരാന്നേ. അയ്യോ അതൊന്നും വേണ്ട. വേണം. സർ ആരെങ്കിലും കാണുമോ? കണ്ടാലെന്താ? എന്നാലും ഒന്നുമില്ല, ഞാൻ വാരിത്തരാം. കഴിക്ക്. നല്ല രുചി. അമ്മ ഉണ്ടാക്കിയ കറിയാ, അതിന്റെ ടേസ്റ്റാ. അല്ല പിന്നെ ഇപ്പോഴേ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തില് നിറയെ സ്നേഹമാ, അതുകൊണ്ടാ. എന്നാ ഈ സ്നേഹം വീണ്ടും കഴിച്ചു. എനിക്ക് ഇങ്ങനൊരു ആക്സിഡന്റ് സംഭവിച്ചെങ്കിലും ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടി. സൗഭാഗ്യങ്ങളോ? എന്താ അത്? എന്നെ ഇഷ്ടപ്പെട്ട ഒരാള് എന്നെ സഹായിക്കുന്നു, തല തൂർത്തി സാരി ഉടുപ്പിച്ചു, പിന്നെതാ ഭക്ഷണവും വാരിത്തരുന്നു. ജി കെ സാർ. എടുക്ക്. സാർ പറയണം.
ശ്യാമ, മ്യൂസിക് ഷോ ഫസ്റ്റ് റൗണ്ട് തുടങ്ങാൻ ഇനി ദിവസങ്ങളില്ല. നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. നല്ല തയ്യാറെടുപ്പ് വേണം. അറിയാം സർ. അത്ര ഈസിയായി വിൻ ചെയ്യാൻ പറ്റില്ല. കണ്ടസ്റ്റൻസ് ഒന്നിനൊന്നും മെച്ചമാണ്. പ്രത്യേകിച്ചും മാനസ എന്നൊരു കുട്ടി. നല്ല പ്രാക്ടീസ് വേണം, മറക്കണ്ട. ശ്രദ്ധിച്ചോളാം സർ. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഷോയാ. നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. ശ്യാമയ്ക്ക് രക്ഷപ്പെടാൻ ദൈവം കാണിച്ചു തന്ന വഴിയായത്. അതെ സർ. സാർ എന്നോട് കാണിച്ച കരുതൽ ഒരിക്കലും മറക്കില്ല. ശ്യാമയുടെ വിജയം എൻ്റെ കൂടി അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ജയിക്കാൻ വേണ്ടി പെർഫോം ചെയ്യുക, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി സർ. സാറ് പറഞ്ഞത് ശരിയാ. എനിക്ക് വിജയിച്ചേ പറ്റൂ. അതിനുവേണ്ടിയായിരിക്കും ഇനി എൻ്റെ ശ്രമങ്ങളെല്ലാം. ശരി, എന്നാ ഇതേ ഒരു വായം കൂടെ കഴിക്കാം. മതി, എനിക്ക് കഴിക്ക് മതി. കഴിക്ക്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എത്തിയോ? ആ, ഞാൻ നേരത്തെ എത്തി മാഡം. മാഡം വരാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നു. എന്നെ കണ്ട കുറച്ച് ബഹുമാനമൊക്കെ ആവാം. കുറഞ്ഞ പക്ഷം ഒരു ഗുഡ് മോർണിംഗ് അതെനിക്ക് നിർബന്ധമാ. ഗുഡ് മോർണിംഗ് മാഡം. ഇനി ഇത് മറക്കണ്ട. ഇല്ല മാഡം. ആദ്യം പോയി എനിക്കൊരു ഗ്രീൻ ടീ എടുത്തിട്ട് വാ. അത് മാഡം. എന്താ, പറ്റില്ലേ? അല്ല മാഡം, ഞാൻ എടുത്തിട്ട് വരാം. ആ. അല്ല, അരുണെന്താ പതിവില്ലാതെ രാവിലെ തന്നെ? അല്ല, ഓഫീസ് കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കണമെന്ന് അമ്മ പറഞ്ഞു. അല്ലാതെ അരുൺ റെക്കമെൻഡ് ചെയ്ത പുതിയ സ്റ്റാഫിനെ കാണാനല്ല. ഐശ്വര്യ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ മനസ്സിലുള്ളത് തുറന്നു പറയും. എന്നെ ശരിക്കും അറിയാലോ. ഐശ്വര്യ, ഇത് വീടല്ല. അറിയാം. അങ്ങനെ വേണ്ടാത്ത ചിന്തകളൊന്നും അരുണിന്റെ മനസ്സിൽ തോന്നാതിരിക്കാനേ മുൻകൂട്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. മാഡം,
ഞാൻ നിന്നോട് ഒരു ഗ്രീൻ ടീ അല്ലേ കൊണ്ടുവരാൻ പറഞ്ഞത്? അല്ല, അപ്പോ ഈ സാറ് വരുന്നത് കണ്ടു. ഉം. ഇനി തന്നേക്ക്. താലോ ഏന്തി നിന്ന് കഷ്ടപ്പെടണ്ട. ഇതെന്താ പെണ്ണ് കാണാൻ വന്ന് നിൽക്കുന്നത് പോലെ? ഞാനിനി എന്താ ചെയ്യണ്ടേ? ആദ്യം ആ ഷെൽഫിലെ ഫയലെല്ലാം അടുക്കി വെക്കി. ശരി മാഡം. ഇവിടെ നിനക്കങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ചിലപ്പോ തൂക്കേണ്ടി വരും, ചായ റെഡിയാക്കി തരേണ്ടി വരും, ടേബിളെല്ലാം ക്ലീൻ ചെയ്യണം. ആ പിന്നെ നീ ബികോം ആണെന്നല്ലേ പറഞ്ഞത്? അത്യാവശ്യം കണക്കുകളൊക്കെ നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്താ നിന്റെ നാവ് പൊങ്ങില്ലേ? മനസ്സിലായി മാഡം. ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി നിന്ന നിനക്ക് കൊള്ളാം. എനിക്കൊരിഷ്ടക്കേട് തോന്നിയ ആ നിമിഷം ഞാൻ നിന്നെ പിരിച്ചുവിടും. മനസ്സിലായോ? മനസ്സിലായി മാഡം. പിന്നെ നിന്റെ ശമ്പളത്തിന്റെ കാര്യം, അത് നിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ ഞാൻ നിശ്ചയിക്കും. സമ്മതമാണോ? സമ്മതമാണ് മാഡം. ഐശ്വര്യ, എനിക്ക് കുഞ്ഞിനെ ശരിക്കും അറിയാവുന്ന ആളാ. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുള്ള ആളല്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ്. ഐശ്വര്യ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് കുട്ടിയോട് പെരുമാറണം. എനിക്കിപ്പോ ഇങ്ങനെ പെരുമാറാനേ പറ്റൂ. അത് ഇഷ്ടമായില്ലെങ്കിൽ ഇവള് പൊക്കോട്ടെ. അരുൺ റെക്കമെൻഡ് ചെയ്തത് കൊണ്ടും പിന്നെ കുറച്ച് സിമ്പതിയുടെ പേരിലുവാ ഈ ജാസ്മിനെ ഇവിടെ ഞാൻ ജോലിക്കെടുത്തത്. ഇവളോട് അരുണിന്റെ സിമ്പതി ഇനിയും കൂടിയാ ആ നിമിഷം ഇവള് പുറത്താവും. ഇങ്ങനെ നിന്നാ പറ്റില്ല. ഇവിടെയെല്ലാം നന്നായി തുടച്ച് വൃത്തിയാക്കണം. ശരി മാഡം. അല്ല, അരുൺ പോവാണോ? നിക്ക്, ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നീ എന്താ വിഷമിച്ച പോലെ നോക്കി നിൽക്കുന്നേ? ആ പോയതേ എന്റെ ഹസ്ബൻഡാ. അപ്പൊ നോക്കാനേ ഞാൻ തന്നെ ധാരാളം. മനസ്സിലായോ? ആലോചിച്ച് നിൽക്കാതെ പോയി ജോലി എന്താന്ന് വെച്ചാ ചെയ്. പോ. ശരി മാഡം. ആണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാ. തുടക്കത്തില് വിരട്ടി നിർത്തിയില്ലെങ്കിൽ പുതിയ പെൺപിള്ളാരെ കണ്ട മനസ്സ് പിടിവിടും. അത് സൂക്ഷിക്കേണ്ടത് നമ്മൾ സ്ത്രീകളാണ്.
എന്താടി ഇവിടെ? അയ്യോ ഈശ്വര, എന്റെ ഈശ്വര, നല്ല വിലപിടിപ്പുള്ള ഷോപ്പീസ് ആയിരുന്നു. നീ എന്നിട്ട് പൊട്ടിച്ചല്ലേ? അത് പേടിച്ചിട്ടാ. എന്താ ഇത് കണ്ടപ്പോ നീ അങ്ങ് പേടിച്ചോ? അല്ല, ശബ്ദം കേട്ട് പേടിച്ചതാ. അപ്പൊ അത് കയ്യിന്ന് താഴെ വീണു. ആവശ്യമില്ലാത്ത ഓരോന്ന് എടുക്കാൻ പോയത് എന്തിനാ? അതിന്റെ ഭംഗി കണ്ട് നോക്കിയതാ. എന്നിട്ട് ഇപ്പൊ പൊട്ടിച്ചല്ലോ. ഓരോ കുരുത്തക്കേട് കാട്ടിയിട്ട് നിന്ന് ചിണുങ്ങുന്നുണ്ടോ? നല്ല തല്ല് കിട്ടാഞ്ഞിട്ടാ. വെറുതെ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാനായിട്ട് ഒരു കുഞ്ഞു വന്നിരിക്കുന്നു. ഒരു പുന്നാര മോള്. അമ്മ, അമ്മേ, എത്ര വേഗം ഇവളെ എവിടെയെങ്കിലും കൊണ്ടാക്കണം. ഞാൻ ഉടനെ അതിന് വേണ്ടത് ചെയ്യുന്നുണ്ട്. ഉടനെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറ്റുമെങ്കിൽ അത്രയ്ക്ക് നല്ലതാ. മനുഷ്യന്റെ സ്വസ്ഥത കെടുത്താൻ വേണ്ടി വന്ന് കേറിയിരിക്കുക ഓരോ മോരണങ്ങള്. എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോണം. നിന്റെ അമ്മ നിന്ന് ചിണുങ്ങാതടി, നിർത്തടി. എന്റെ അമ്മയെ കാണണം. എന്റെ അമ്മ.